ഒരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക്കും കൂടി ചേർത്ത് നന്നായി സോട്ടേ ചെയ്തെടുക്കാം. സവാള നന്നായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി സോട്ടേ ചെയ്യാം. ചേർത്ത പൊടികളുടെ പച്ച സ്മെല്ല് നന്നായി പോകുന്നവരെ സോട്ടേ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തക്കാളി വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. മൂടി വെച്ച് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നന്നായി സോഫ്റ്റായി ഉടഞ്ഞ് വരണം. ഇനി ഇത് നന്നായി ഡ്രൈ ആക്കി എടുക്കണം. സ്മെല്ലൊക്കെ പോയിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഞണ്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പാകത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ഞണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിൽ ബാക്കി വരുന്ന വെള്ളം നന്നായി വറ്റിച്ചെടുക്കാം. കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്താൽ സിമ്പിളായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ.